പിന്നീട് അടുത്ത ക്വസ്റ്റ്യനാണ് നാലാമത്തെ ക്വസ്റ്റ്യന് പർച്ചേസ് ഗുഡ്സ് ₹20 lakh. അതാണ് ക്വസ്റ്റ്യൻ. ആ ഡേറ്റ് തന്നിട്ടുണ്ട് 12/4/2023. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് പർച്ചേസ് ഗുഡ്സ് ₹20 lakh ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഗുഡ്സാണ്. അപ്പോൾ ഗുഡ്സാണ് ഒരു ഐറ്റം. രണ്ടാമത്തെ കാര്യം ക്യാഷ് ആണോ അല്ലയോ ഒന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്യാഷ് കൊണ്ട് വാങ്ങിച്ചതായിട്ട് കരുതും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഐറ്റം ഗുഡ്സും രണ്ടാമത്തെ ഐറ്റം ക്യാഷും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ. അപ്പം ഗുഡ്സ് എന്നൊരു അക്കൗണ്ട് നമ്മൾ അക്കൗണ്ടിങ് എന്ന വാക്ക് ഗുഡ്സ് എന്ന വാക്ക് നമ്മൾ അക്കൗണ്ടിങ് ഉപയോഗിക്കാറില്ല. അതിന് പകരം ഗുഡ്സ് എന്ത് ചെയ്തു, അത് പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് കൊടുക്കുക. ഗുഡ്സിന് പകരം പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതാണ് ഗുഡ്സിന് പകരം നമ്മൾ എഴുതുന്നത് പർച്ചേസ് എന്നാണ്. ഗുഡ്സ് എന്നുള്ള ടേം അക്കൗണ്ടിങ് ഉപയോഗിക്കാറില്ല. പിന്നെ രണ്ടാമത്തെ ഐറ്റം ക്യാഷ് നമുക്കറിയാം, അതുപോലെ തന്നെ എഴുതാം. അങ്ങനെ ഒരു ഐറ്റം പർച്ചേസും രണ്ടാമത്തെ ഐറ്റം ക്യാഷും. അത് ഇത് നമ്മൾ സോൾവ് ചെയ്യിക്കുന്നത് കാണാമല്ലോ. അപ്പോൾ പർച്ചേസും ക്യാഷുമാണ് നമ്മുടെ ഐറ്റം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഈ പർച്ചേസ് ഏത് അക്കൗണ്ടാണെന്ന് നോക്കണം. നോമിനൽ അക്കൗണ്ടാണോ, റിയൽ അക്കൗണ്ടാണോ, പേഴ്സണൽ അക്കൗണ്ടാണോ? നമുക്ക് പർച്ചേസ് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നോമിനൽ അക്കൗണ്ടായിട്ട് കരുതണം. അപ്പം രണ്ടാമത്തേത് ക്യാഷ് നമുക്കറിയാം അത് റിയൽ അക്കൗണ്ടാണെന്നുള്ളത്. പിന്നീട് നമ്മൾ റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് നോമിനൽ അക്കൗണ്ട് റൂൾ? എന്താണ്? ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ്. പർച്ചേസ് എന്ന് പറയുമ്പോൾ ഒരു എക്സ്പെൻസാണ്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ അതൊരു എക്സ്പെൻസാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. അപ്പം എക്സ്പെൻസിൻ്റെ കാറ്റഗറി വരും പർച്ചേസ്. അപ്പോൾ അങ്ങനെ വരുന്ന തന്നെ പർച്ചേസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതാണ് നമുക്ക് ഇതിൻ്റെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണ് പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുന്നത്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. പർച്ചേസ് നമുക്കൊരു എക്സ്പെൻസായിട്ടാണ് കരുതുന്നത്. പിന്നീട് ക്യാഷിൻ്റെ കാര്യം നമുക്കറിയാം. എന്താണ്? ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അപ്പം പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് വെളിയിലോട്ട് പോവുകയാണ്. അപ്പം റിയൽ അക്കൗണ്ട് റൂൾ അപ്ലൈ ചെയ്യണം. ആ റൂളേ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ നോമിനൽ അക്കൗണ്ട് റൂൾ നോമിനൽ അക്കൗണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. റിയൽ അക്കൗണ്ട് റൂൾ റിയൽ അക്കൗണ്ട് മാത്രം. അപ്പോൾ റിയൽ അക്കൗണ്ട് ക്യാഷ് റിയൽ അക്കൗണ്ടാണ്. റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം. അതായത് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ക്യാഷ് പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൂളും താഴെ കൊടുത്തിട്ടുണ്ട്. ഗുഡ്സ് അക്കൗണ്ട് നോട്ട് യൂസ് ഇൻസ്റ്റെഡ് ഓഫ് പർച്ചേസ് അക്കൗണ്ട് യൂസ്ഡ്. അതും